ഇത്തവണത്തെ ആറ്റുകാൽ ഉത്സവത്തിൽ പ്രധാന ദിവസങ്ങളിൽ ഒരു പ്രധാന ചെണ്ടമേളം ജയറാമിന്റെ ട്രൂപ്പ് തന്നെയായിരുന്നു. ജയറാമിന് ഒരു പ്രത്യേകതയുള്ള ഒരു അമ്പലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ആറ്റുകാൽ ദേവീക്ഷേത്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ കൊട്ടാൻ കിട്ടുന്ന അവസരം അദ്ദേഹം ഒരിക്കലും പാഴാക്കാറില്ല. ഇപ്പോൾ അതിനു പിന്നാലെ പൊങ്കാലയിടാനായി പാർവതിയും മരുമകൾ താരിണിയും ആറ്റുകാൽ എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരക്കിനിടയിൽ മാധ്യമങ്ങളെല്ലാവരും താരിണിയുടെ അടുത്തേക്ക് എത്തുന്നത് കണ്ട് മരുമകളെ പിടിച്ച് മാറ്റി നിർത്തുകയായിരുന്നു പാർവതി ചെയ്തത്. മാറ്റി നിർത്തുക മാത്രമല്ല, മരുമകളുടെ കൈ വിടാതെ കൊണ്ടുപോകുന്നതും കാണാം. തിരക്കിനിടയിൽ മരുമകളെ ശ്രദ്ധിക്കാൻ അവിടെ പാർവതി കാണിച്ച മനസ്സ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്ന് പറയാം. ആരാധകർക്ക് ഇപ്പോൾ പാർവതിയുടെ വാർത്തകളാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത്. താരിണിയെ തിരുവനന്തപുരത്ത് കണ്ടിട്ട് കുറേയധികം നാളുകളായി. തിരുവനന്തപുരത്ത് വരാറില്ലേ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നു. എന്നാൽ മാധ്യമങ്ങൾ താരിണിയെ കണ്ടതും തിരിച്ചറിഞ്ഞ് ഓടി അരികിലേക്ക് എത്തുകയാണ്. ആദ്യമായിട്ടാണോ ആറ്റുകാൽ എത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വിവാഹശേഷമാണ് താരിണിയെക്കുറിച്ചുള്ള വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുള്ളത്. ഇവരോടൊപ്പം താരിണിയുടെ ബന്ധുക്കളുമുണ്ട്. ആദ്യമായിട്ടാണ് ആറ്റുകാൽ എത്തുന്നതും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നതും. അതിൻ്റേതായ ഒരു സന്തോഷം താരിണിയുടെ മുഖത്തുണ്ട്. മാധ്യമങ്ങളെ കണ്ടതും മാറ്റി നിർത്താതെ താരിണി ചിരിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തിരക്കിൽ താരിണിയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും താരിണിക്കൊന്നും സംഭവിക്കാതിരിക്കാനും കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന പാർവതിയാണ് നമുക്ക് ഈ ചിത്രങ്ങളിലും വീഡിയോകളിലും എല്ലാം കാണാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ്. ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ്. ആരാധകർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആരാധകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടൊരു ദിവസം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. നിരവധി താരങ്ങൾ അവിടെ ഭക്തിസാന്ദ്രമായി നിൽക്കുന്നത് കാണാൻ സാധിക്കുമെന്നാണ് എപ്പോഴും പ്രേക്ഷകർക്ക് പറയാനും അറിയാനുമുള്ളത്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചൊരു നല്ല നിമിഷം തന്നെയാണ്. ആ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കാളിദാസൻ്റെ ഭാര്യ താരിണിയും എത്തിയത് വളരെയധികം തന്നെ ഒരു അത്ഭുതമായി തോന്നുന്നു. കലിംഗരാർ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് താരിണി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ താരിണിക്ക് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യമുണ്ടാകില്ല. എന്നാലും മരുമകളെയും കൊണ്ട് വന്ന പാർവതിക്ക് തന്നെയാണ് അഭിനന്ദനങ്ങളെന്ന് പറയുന്നു. അതുപോലെ തന്നെ തിരക്കിനിടയിൽ പാർവതി താരിണിയെ ചേർത്ത് നിർത്തുന്നതും പ്രേക്ഷകരെല്ലാവരും കണ്ടു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പാർവതിയെക്കുറിച്ചും താരിണിയെക്കുറിച്ചും തന്നെയാണ് പറയുന്നത്. ലിറ്റിൽ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഇവരുടെ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ താരിണി. അതുകൊണ്ട് തന്നെ താരിണിയോട് ആ ഒരു സ്നേഹം എല്ലാവർക്കുമുണ്ട്, മലയാളി പ്രേക്ഷകർക്കുമുണ്ട്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കണ്ണന്റെ ഭാര്യയായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ആ സ്നേഹം ഉള്ളതെന്ന് കൂടി പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്ന് നമുക്ക് പറയാം. ആരാധകരെല്ലാവരും ഇപ്പോൾ താരിണിയെ കണ്ട സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓരോ ദിവസമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.